വിൽസൺ ഓൺലൈനിലേക്ക് സ്വാഗതം. ഞാൻ ഷെഫി പഞ്ഞ. അപ്പോൾ മറ്റൊരു ഗ്രാൻഡ് വിറ്റാരയുടെ ഒരു വേരിയൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ആൽഫ അതുപോലെ തന്നെ സീറ്റയൊക്കെ ചെയ്തിട്ടുണ്ട്. സീറ്റ നമ്മൾ വാല്യൂ ഫോർ മണി എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പലരും ചോദിച്ചാണ് ഡെൽറ്റ എടുത്താൽ പോരെ എന്നുള്ളത്. അപ്പോൾ നമ്മളിന്ന് ഡെൽറ്റയുടെ വിശേഷങ്ങളായിട്ടാണ് വന്നത്. നമ്മൾ ബേസ് വേരിയൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1,60,000-70,000 രൂപയോളം ഓൺ റോഡ് പ്രൈസിൽ ഡിഫറൻസ് വരുന്നുണ്ട്. അതായത് ബേസ് മോഡലും അതുപോലെ തന്നെ ഡെൽറ്റ എന്ന് പറയുന്ന വേരിയൻറ്റ്. അപ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വെർത്തായിട്ട് ഒരു ഇത്രയും പ്രൈസ് കൊടുക്കുന്ന സമയത്തിന് വെർത്തായിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ടോ, സീറ്റയിലേക്ക് പോകുന്നതാണോ, അതല്ല ഡെൽറ്റയിൽ എടുക്കുന്നതന്നെയാണോ ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ കൂടെ ഉള്ളത് ഡെൽറ്റയുടെ ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഓരോ ഫീച്ചേഴ്സും വിശദമായിട്ടൊന്ന് നോക്കാം. ഇപ്പോൾ ഗ്രാൻഡ് വിറ്റാരയുടെ റെഡ് കളറാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. നല്ല രസമുണ്ട് ഈ ഒരു കളർ എന്ന് പറഞ്ഞാൽ. നമ്മൾ അധികം വീഡിയോയിലൊന്നും ഞാൻ നോക്കിയിട്ട് കാണാത്തൊരു കളറാണ് നമ്മുടെ ഗ്രാൻഡ് വിറ്റാരയുടെ റെഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ഡെൽറ്റ വരുന്നത് നമുക്ക് അലോയ് വീൽസ് ഒന്നും വരുന്നില്ല. നമുക്കറിയാം ഒരു നമ്മുടെ വീൽ ക്യാപ്പാണ് വരുന്നത്. പക്ഷേ അതും ആയിട്ട് നല്ല മാച്ചായിട്ട് നിൽക്കുന്നുണ്ട് ഒരു റെഡ് കളർ എന്ന് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞതൊരു ഓട്ടോമാറ്റിക് വാനാണ് നമ്മുടെ ഡെൽറ്റ വേരിയൻറ്റിലെ ഓട്ടോമാറ്റിക്. അതായത് ഗ്രാൻഡ് വിറ്റാര എടുക്കുന്നവർക്ക് ഈ ഒരു വേരിയൻറ്റ് മുതലാണ് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്ന ഒരു വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 16,09,000 രൂപയൊക്കെയാണ്. ഇതിൻ്റെ മാനുവലാണെന്നുണ്ടെങ്കിൽ 14,30,000 റേഞ്ചിലേക്കാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ വിശദമായിട്ടുള്ള പ്രൈസ് ലിസ്റ്റ് ഞാൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓരോ വേരിയൻറ്റ് നിങ്ങൾക്ക് വിശദമായിട്ട് അത് നോക്കി കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റും. അപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബേസ് വേരിയൻറ്റ് നിന്നും 1,70,000 രൂപയോളം വ്യത്യാസം വരുമ്പോൾ എന്തൊക്കെയാണ് ചേഞ്ചസ് എന്ന് ഓരോന്നായി നോക്കാം. ഫ്രണ്ടിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റവും വരുന്നില്ല. അതായത് ബേസ് വേരിയൻ്റ് എടുത്താലും ഡെൽറ്റ എടുത്താലും ഈ ഒരു ലുക്ക് തന്നെയാണ്. ഒരു മാറ്റവും എവിടെയും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ഗ്രില്ലിൻ്റെ ഡിസൈൻ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ക്രോം എലമെൻറ്റ്സ്, അതുപോലെ തന്നെ നമുക്ക് മുകളിലൊരു LED DRL അത് തന്നെ നമുക്ക് ഇൻഡിക്കേറ്ററായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് താഴേക്ക് വന്നാൽ ഒരു ഹാലജൻ പ്രൊജക്ടർ സെറ്റപ്പിലാണ് ഹെഡ് ലാമ്പ് യൂണിറ്റ്. വേറെ ക്രോം ഫിനിഷ് കാര്യങ്ങളൊന്നുമില്ല. ഫുൾ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെ ക്രോം ലഭിക്കുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ. താഴേക്ക് വന്നാൽ നമുക്ക് ഒരു സിൽവർ കളറിലുള്ള സ്കിറ്റ് പ്ലേറ്റിൻ്റെ ഭാഗം കാണാനായിട്ട് സാധിക്കും. അതും സെയിം തന്നെയാണ്. ഇനി ഫുള്ളി ഒരു ഹൈബ്രിഡിലേക്ക് പോകുമ്പോൾ മാത്രമാണ് അതിനൊരു ഗ്രേ കളറായി മാറുന്നത്. ഈ അവിടെ വണ്ടിയുണ്ട് ആ രീതിയിലൊരു ഗ്രേ കളറാവും. നമുക്ക് സ്ട്രോങ് ഹൈബ്രിഡിലേക്ക് പോകുമ്പോൾ മാത്രമാണ്. ബാക്കി നമുക്ക് ഈ ഒരു സെയിം കളർ തന്നെയാണ് ഏത് വേരിയൻ്റ് എടുത്താലും. ചേഞ്ചസ് കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ DRLൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിലാണ്. അപ്പോൾ ഇൻഡിക്കേറ്റർ നമുക്ക് ഈ രൂപത്തിലാണ് അതിൻ്റെ ഒരു വർക്കിംഗ് വരുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ചേഞ്ചും എവിടെയും സംഭവിക്കുന്നില്ല. അപ്പോൾ ഇനി വശങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 17 ഇഞ്ച് തന്നെയാണ് നമുക്ക് ടയർ സൈസ് മാറി നൽകിയിട്ടുള്ളത്. അത് ബേസ് വേരിയൻ്റ് മുതൽ ഫുൾ ഓപ്ഷൻ വരെ സെയിം ആണ്. ഒരു ചേഞ്ചസും സംഭവിക്കുന്നില്ല. 215/60 പ്രൊഫൈലുള്ള 17 ഇഞ്ചാണ് ടയർ സൈസ് വന്നിട്ടുള്ളത്. വീൽ കപ്പ് കമ്പനി തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഫ്രണ്ടിലും അതുപോലെ തന്നെ പുറകിലും 4 വീലിലും ഡിസ്ക് ബ്രേക്കുകളും എല്ലാ വേരിയൻറ്റും സ്റ്റാൻഡേർഡായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നും ഒരു ചേഞ്ച് സംഭവിക്കുന്നില്ല. സീറ്റയിലേക്ക് പോകുന്നതിന് മുകളിലേക്ക് വേരിയൻറ്റ് പോകുന്ന സമയത്ത് നമുക്കൊരു ഡുവൽ ടോണിലുള്ള അലോയ് വീൽസ്, അതായത് ഫുൾ ഓപ്ഷൻ ലഭിക്കുന്ന അതേ ടൈപ്പ് അലോയ് വീൽസ് ലഭിച്ച് തുടങ്ങുന്നുണ്ട് എന്ന് പറയാം. വേറെ ക്ലാഡിങ്ങുകളിലൊന്നും ഒരു മാറ്റമില്ല. അതൊക്കെ എല്ലാ വേരിയൻറ്റിലും ഒരുപോലെ ലഭിക്കുന്ന കാര്യങ്ങളാണ്. ഇനി മുകളിലേക്ക് വന്നാൽ ORM നമുക്ക് ഇൻഡിക്കേറ്റർ ORMലായിട്ട് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ കഴിയുന്ന രീതിയിലുള്ള ഫങ്ഷൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഈ രണ്ടാമത്തെ വേരിയൻറ്റ് മുതൽ ലഭിക്കുന്ന ഒരു ഫീച്ചറാണ് കേട്ടോ. അപ്പോൾ അതും അടിപൊളിയാണ്. അതും നമുക്ക് ചേഞ്ചസോ കാര്യങ്ങളൊന്നുമില്ല. ഫുൾ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ക്യാമറയുടെ ഒരു ഭാഗം കൂടി കാണാനായിട്ട് സാധിക്കും. 360 ഡിഗ്രി ക്യാമറയുടെ ഭാഗമായിട്ട് അത്രയാണ് അവിടെ ഒരു ചേഞ്ച് ആയിട്ട് വരുന്നുള്ളൂ. ഇനി വശങ്ങളിൽ ബാക്കിയുള്ള നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൂഫ് റെയിൽസ് ഇല്ല. അതുപോലെ തന്നെ ഇവിടെ ഒരു ക്രോം എലമെൻറ്റ് കാര്യങ്ങൾ അങ്ങനെയൊന്നും നൽകിയിട്ടില്ല. റൂഫ് റെയിൽസ് ഒക്കെ നമുക്ക് ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോൾ മാത്രമേ ലഭിക്കുന്നുള്ളൂ. ഷാർക്ക് ഫിൻ ആൻഡിന് നമുക്ക് ബേസ് വേരിയൻറ്റ് മുതൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ വശങ്ങളിലുള്ള കാഴ്ചയിൽ നമുക്ക് ബേസ് വേരിയൻറ്റിൽ നിന്നും എന്തെങ്കിലും കൂടുതലായിട്ട് ഡെൽറ്റയിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഈ ഒരു രൂപത്തിൽ തന്നെയാണ് നമുക്ക് ബേസ് വേരിയൻറ്റ് എടുത്താലും ഡെൽറ്റയിലേക്ക് വന്നാലും ഒരു ഗ്രാൻഡ് വിറ്റാര ലഭിക്കുന്നത്. ഇനി പുറകിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാമ്പ്, അതുപോലെ തന്നെ ഒരു സ്പോയിലർ വന്നിട്ടുണ്ട്, ഡീഫോഗർ വന്നിട്ടുണ്ട്, അതുപോലെ LED ടൈൽ ലാമ്പ് യൂണിറ്റ് ബേസ് വേരിയൻറ്റ് മുതൽ എല്ലാ വേരിയൻറ്റും നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഒരു ചേഞ്ച് പറയാനുള്ളത് റിയർ വ്യൂ ക്യാമറ ആണ്. നമുക്ക് ബേസ് വേരിയൻറ്റിൽ ഇൻഫർടൈൻമെൻറ്റ് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ക്യാമറ നൽകിയിട്ടില്ല. ഇതിൽ നമുക്കൊരു ക്യാമറ കാണാനായിട്ട് സാധിക്കും. അതാണ് പ്രധാനമായിട്ടുള്ള ചേഞ്ച് അവിടെ സംഭവിക്കുന്നത്. പാർക്കിംഗ് സെൻസറൊക്കെ നോർമൽ എല്ലാ വാഹനങ്ങളിലും പോലെ തന്നെ ബേസ് വേരിയൻറ്റ് മുതൽ ലഭിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സിൽവർ എലമെൻറ്റ് മുൻവശത്ത് കാണിച്ചു പറഞ്ഞു നമുക്ക് പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും ഈ ഒരു മൈൽഡ് ഹൈബ്രിഡ് എടുക്കുന്നവർക്ക് ലഭിക്കുന്നില്ല. അതുപോലെ ഇൻഡിക്കേറ്ററും റിവേഴ്സ് ലൈറ്റും റിഫ്ലക്ടറൊക്കെ ഈ ഒരു ഭാഗത്ത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ക്യാമറ വെച്ച് നമുക്ക് ബാക്കി എന്തെങ്കിലും ചേഞ്ചസ് ബേസ് വേരിയൻറ്റിൽ നിന്ന് സംഭവിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അപ്പോൾ ലുക്ക് ഏകദേശം നിങ്ങൾ ബേസ് മോഡൽ എടുത്താലും ഒരു ഡെൽറ്റയിലേക്ക് വന്നാലും കാര്യമായിട്ടൊന്നും സംഭവിക്കാനില്ല. ഒരു സീറ്റയിലേക്ക് പോകുമ്പോൾ മാത്രമാണ് നമുക്ക് അലോയ് വീൽസ് ലഭിക്കുന്നത്. ഫുൾ ഓപ്ഷനിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഒരു റൂഫ് റെയിൽസ് ലഭിക്കുന്നത്. അതുപോലെ ഇതിന് മുകളിലുള്ള സീറ്റയിലേക്ക് പോകുമ്പോൾ തന്നെയാണ് നമുക്ക് പുറകിൽ വൈപ്പർ അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ ലഭിക്കുന്നത്. ബാക്കിയൊക്കെ
കാഴ്ചയിൽ ഈ ഒരു ലുക്ക് തന്നെ ആയിരിക്കും ഗ്രാൻഡ് വിറ്റാര ഉണ്ടായിരിക്കുക. പിന്നെ എവിടെയാണ് ഈ വിലക്കുള്ള മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ബൂട്ടിൽ 2 മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒന്ന് ബേസ് മോഡലിൽ ഇല്ലാത്തൊരു ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ലൈറ്റ്, അതുപോലെ തന്നെ ഒരു 12 വാട്ടിൻ്റെ പവർ ഔട്ട്ലെറ്റ് നമുക്ക് ഈ ഒരു ഡെൽറ്റ വേരിയൻ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സ്പെയർ വീലൊക്കെ നമുക്ക് സെയിം സൈസ് തന്നെയാണ് വരുന്നത്. 215 60 പ്രൊഫൈലുള്ള 17 ഇഞ്ചാണ്. അത് എല്ലാ വേരിയൻറ്റിലും ആ രീതിയിൽ തന്നെയാണ്, വേറെ ചേഞ്ചസ് ഒന്നുമില്ല. അതുപോലെ ഈ ഒരു പാർസൽ ഡ്രൈവ് നമുക്ക് ഈ ഒരു വേരിയൻ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ ലുക്കിലല്ല, ബൂട്ടിൽ ഉള്ളിലേക്ക് വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴാണ് നമുക്ക് മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നത് എന്ന് പറയാം. അപ്പോൾ ഇത്രയും മാറ്റങ്ങളാണ് നമുക്ക് ഇതുവരെ കണ്ടതിൽ ഈ ഒരു ഇത്രയും റേറ്റ് കൂടുതൽ കൊടുക്കുമ്പോൾ ലഭിക്കുന്ന ഫീച്ചേഴ്സായിട്ട് എടുത്തു പറയാനുള്ളതിൽ. റിയർ പാസഞ്ചേഴ്സിനുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് മാറ്റുമെന്ന് ചോദിച്ചാൽ നമുക്ക് ഇതിലൊരു ടൈമെൻറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് 4 സ്പീക്കർ സ്റ്റാൻഡേർഡായിട്ട് ലഭിക്കുന്നുണ്ട്. പക്ഷേ ബേസ് വേരിയൻ്റ് എടുത്താൽ നമുക്ക് 2 സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് മാറി അതൊരു നല്ല കാര്യം ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ഈ കാണുന്നത് ഒരു ഇൻഫർടൈൻമെൻ്റ് ആണ്. നമ്മൾ ബേസ് വേരിയൻ്റ് എടുത്താൽ ഇൻഫർടൈൻമെൻറ്റ് ഉണ്ടാവില്ല, പക്ഷേ സ്റ്റിയറിംഗിൽ കൺട്രോൾസും ഫ്രണ്ട് 2 സ്പീക്കറും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഷാർക്ക് ഫിൻ ഹാൻഡിന് മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു ഇൻഫർടൈൻമെൻറ്റ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന അല്ലെങ്കിൽ ഷോറൂമിൽ തന്നെ വാങ്ങി ഒരു ക്ലിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഫീച്ചേഴ്സൊക്കെ ആക്ടിവേറ്റ് ആകും. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് നമുക്ക് 2 സ്പീക്കർ എക്സ്ട്രാ ലഭിക്കുന്നുണ്ട്. ഒരു അടിപൊളി 7 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീനും വരുന്നുണ്ട്. അപ്പോൾ ഡോറിൽ നമുക്ക് സ്പീക്കർ ഡെൽറ്റ വേരിയൻറ്റിൽ കാണാനായിട്ട് സാധിക്കും. 4 പവർ വിൻഡോസ് നമുക്ക് എല്ലാ വേരിയൻറ്റിലും ലഭിക്കുന്നുണ്ട്. ഇൻസൈഡ് ഡോർ ഹാൻഡിലിനൊക്കെ ഒരു ക്രോം ഫിനിഷ് ആണ്, അതും സെയിം ആണ്, ചേഞ്ചോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ സ്പേസും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു സീറ്റ് മാന്യമായിട്ടൊരാൾക്ക് ഇരുന്ന് ഡ്രൈവ് ചെയ്യാവുന്നൊരു സ്പേസാണ് അവിടെ നൽകിയിട്ടുള്ളത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ നമുക്കൊരു ലെഗ് റൂം, നീ റൂമൊക്കെ ലഭിക്കുന്നുണ്ട്. തൈ സപ്പോർട്ട് വലിയ കുഴപ്പമില്ല, കുറച്ചുകൂടി ഉണ്ടെങ്കിൽ അടിപൊളി എന്ന് പറയാവുന്ന രീതിയിലാണ്. ബാക്കി ഫീച്ചേഴ്സ് നിരവധി കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സെക്കൻഡ് റോയിൽ വരുന്നുണ്ട്. അതൊക്കെ ബേസ് വേരിയൻ്റ് മുതൽ ലഭിക്കുന്നവയാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് നോക്കിക്കഴിഞ്ഞാൽ 60/40 സ്പ്ലിറ്റ് സീറ്റാണ് ആദ്യത്തെ കാര്യം. ഇത് നമുക്ക് ബേസ് വേരിയൻ്റ് മുതലുള്ള ഒരു ഫീച്ചറാണ്. അതുപോലെ തന്നെ 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ വരുന്നുണ്ട്. റിക്ലൈൻ ഫംഗ്ഷനും കൂടി ഇവിടെ ലഭിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു സ്റ്റേജാണ്, ഒരു നമുക്ക് നല്ല അപ്രൈറ്റ് ആയിട്ടിരിക്കുന്ന ഒരു പൊസിഷനാണ്. ഒന്നും കൂടി വേണമെങ്കിൽ നമുക്ക് ബാക്കിലേക്ക് ഇടാം. ആ രീതിയിൽ ഒരു സ്റ്റേജ് റിക്ലൈൻ ചെയ്യാനും കൂടി സാധിക്കും. പിന്നെ സെൻട്രലായിട്ട് നമുക്ക് ആംറസ്റ്റ് വരുന്നുണ്ട്, അതിൽ കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ബേസ് വേരിയൻ്റ് മുതൽ ലഭിക്കുന്നുണ്ട്. ഐസോഫിക് ചൈൽഡ് സീറ്റ് മൗണ്ടുകളുണ്ട്, ബേസ് വേരിയൻ്റ് മുതൽ ലഭിക്കുന്നതാണ്. ഒരു ഡ്യുവൽ ടോൺ ആണ്, നമുക്കൊരു ഫാബ്രിക് ഫിനിഷ് ആണ്. ഫുൾ ഓപ്ഷനിലേക്ക് പോകുന്ന സമയത്ത് ലെതർ ഫിനിഷൊക്കെ ലഭിക്കുന്നുണ്ട്. ഡ്യുവൽ ടോൺ ആണ്, നമുക്കൊരു ബ്രൗൺ അതുപോലെ ബ്ലാക്കിൻ്റെ മിക്സ് ആയിട്ടുള്ള നല്ല ടെക്സ്ചറും കാര്യങ്ങളൊക്കെ മനോഹരമായിട്ടുണ്ട് എന്ന് പറയാം. ഇനി സൈഡിൽ റിയർ AC വെൻറ്റുകൾ നമുക്ക് ബേസ് വേരിയൻ്റ് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പവർ ഔട്ട്ലെറ്റ്, ഇത് നമുക്ക് ഒരു ഫാസ്റ്റ് ചാർജിങ് യൂണിറ്റ് ഈ ഒരു വേരിയൻറ്റിലായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമുക്ക് ബേസ് മോഡലിൽ ഉണ്ടായിരിക്കില്ല, അതും ഒരു ചേഞ്ചാണ്. ബാക്കിയെല്ലാം സെയിം ആണ് കേട്ടോ. അപ്പോൾ സൈഡിൽ ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് മാപ്പ് ലാംപ്സ്, അത് എല്ലാ സൈഡിലും എല്ലാ സൈഡിലും പറഞ്ഞാൽ 2 സൈഡിലും വരുന്നുണ്ട്. അപ്പോൾ അത് ആ സൺറൂഫ് വരുന്നതുകൊണ്ടാണ് സൈഡിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ അതും ബേസ് വേരിയൻറ്റ് ലഭിക്കുന്നതാണ്. ആകെ പുറകിൽ യാത്രക്കാർക്കുള്ള സൗകര്യത്തിൽ എടുത്ത് പറയാനുള്ളത് ഈ ഒരു വേരിയൻറ്റിലേക്ക് വരുമ്പോൾ ഒരു ഫാസ്റ്റ് ചാർജിങ് യൂണിറ്റ് കൂടി ഇവിടെ ആഡ് ആവും എന്നുള്ളൊരു കാര്യം മാത്രമാണ്. പിന്നെ നമ്മുടെ ഫ്രണ്ടിലെ 2 സീറ്റിന് പുറകിലായിട്ട് നമുക്ക് മാപ്പ് പോക്കറ്റുകൾ കാണാനായിട്ട് സാധിക്കും. അതും എല്ലാ വേരിയൻറ്റിലും വരുന്നതാണ്. അപ്പോൾ വളരെ വിരലുണ്ടാവുന്ന ചെറിയൊരു USB പോർട്ടുകളും ചാർജിങ് ഔട്ട്ലെറ്റും ലൈറ്റിൻ്റെയൊക്കെയാണ് നമ്മൾ ഇത്രയും നേരം ചേഞ്ചസ് ആയിട്ട് കണ്ടിട്ടുള്ളതിന്. മറ്റെന്തെങ്കിലും വാല്യുബിൾ സാധനങ്ങൾ നമുക്ക് മാറ്റങ്ങൾ വരുന്നുണ്ടോ ഉള്ളത് നോക്കാം. അതിന് തന്നെ കീ ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ സ്മാർട്ട് കീ ആണ് നമുക്ക് ബേസ് വേരിയൻറ്റ് മുതൽ ലഭിക്കുന്നത്. ഈ ടൈപ്പാണ് നമ്മൾ ഇഗ്നിസ് മുതൽ നെക്സയിൽ വിൽക്കുന്ന എല്ലാ വാഹനങ്ങളിലും സ്മാർട്ട് കീ വരുന്നത് ഈ ഒരു ടൈപ്പ് തന്നെയാണ്. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ഗ്രാൻഡ് വിറ്റാരയ്ക്ക് മാറി നൽകിയിട്ടുള്ളത്. ഡോർ പാഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുറകിൽ കണ്ട പോലെ തന്നെയാണ് ഡുവൽ ടോൺ ഫിനിഷും കാര്യങ്ങളൊക്കെ. ഇവിടെ നമുക്ക് അത്ര സോഫ്റ്റ് ടച്ച് എന്ന് പറയാനായിട്ട് സാധിക്കില്ല, എന്നാൽ പോലും ഫാബ്രിക് ഫിനിഷും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. 4 പവർ വിൻഡോസ് വരുന്നുണ്ട്. ഡ്രൈവർ സൈഡ് നമുക്ക് 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ നൽകിയിട്ടുണ്ട്. പിന്നെ സെൻട്രൽ ലോക്ക് അതുപോലെ തന്നെ ORMൻ്റെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ നമുക്ക് ബേസ് വേരിയൻറ്റ് മുതൽ ഈ രൂപത്തിൽ തന്നെയാണ് നമ്മുടെ ഡോർ പാഡ് ഉണ്ടായിരിക്കുക. അതുപോലെ ബേസ് വേരിയൻറ്റ് മുതൽ തന്നെ നമുക്ക് ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നമ്മൾ ഓട്ടോമാറ്റിക് ആണ്, അതുകൊണ്ട് അവിടെ ഒരു പ്രോപ്പർ ഡെഡ് പെഡൽ കാണാം, നമുക്ക് ക്ലച്ച് കാണാനായിട്ട് സാധിക്കില്ല. പിന്നെ നമുക്ക് ഡെൽറ്റ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹെഡ് അപ്പ് ഡിസ്പ്ലേ അല്ലെങ്കിൽ 360 ഡിഗ്രി ക്യാമറ പോലത്തെ ഫംഗ്ഷൻസ് ഒന്നും ലഭിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ കൺട്രോൾസാണ് ഇവിടെ വരാനുള്ളത്. അപ്പോൾ ഇവിടെ ഒരു സ്പേസ് മാത്രമേ കാണാനായിട്ട് സാധിക്കുള്ളൂ. പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് നമുക്ക് ബേസ് വേരിയൻറ്റ് മുതൽ ലഭിക്കുന്ന ഒരു ഫീച്ചറാണ്. അതുപോലെ തന്നെ സ്റ്റിയറിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിംഗ് ഫംഗ്ഷൻ ബേസ് വേരിയൻറ്റ് മുതൽ മാരുതി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ കിടിലം ഫീച്ചേഴ്സാണ്. അത് നമുക്ക് ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഒക്കെ ബേസ് വേരിയൻറ്റ് മുതൽ എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ എവിടെയാണ് വർത്തായിട്ടുള്ള ഫീച്ചർ എന്നുള്ളതാണ് നമ്മൾ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരെണ്ണം വരുന്നുണ്ട്. ക്രൂയിസ് കൺട്രോൾ നമുക്ക് ഈ ഒരു വേരിയൻറ്റ് മുതൽ ലഭിക്കുന്ന ഒരു ഫീച്ചറാണ്. അതുപോലെ ഓട്ടോമാറ്റിക് കാണുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് പാഡിൽ ഷിഫ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ഏത് വേരിയൻറ്റ് എടുത്താലും നമുക്ക് പാഡിൽ ഷിഫ്റ്റേഴ്സ് ലഭിക്കുന്നുണ്ട്. ഇനി മീറ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ചസ് ഒന്നുമില്ല. ഫുള്ളി ഒരു സ്ട്രോങ് ഹൈബ്രിഡിലേക്ക് പോകുമ്പോൾ മാത്രമാണ് ഒരു ചേഞ്ച് സംഭവിക്കുന്നത്. ഇൻഫർടൈൻമെൻറ്റിൻ്റെ സുസുക്കി ലോഗോയോട് കൂടിയിട്ട് ഓണായി വരുന്നുണ്ട്. ഒരുപാട് മാരുതി വാഹനങ്ങൾ കണ്ടുള്ള ടൈപ്പ് ഒരു MID തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. അതിൻ്റെ കൺട്രോൾസൊക്കെ നമുക്ക് ഈ ഭാഗത്താണ്, മീറ്ററിൽ ലഭിക്കുന്നില്ല. അതും ഫുള്ളി ഹൈബ്രിഡിലേക്ക് പോകുന്ന വാഹനത്തിൽ നമുക്ക് ഈ ഭാഗത്തായിട്ട് സ്റ്റിയറിങ്ങിൻ്റെ ഈ ഭാഗത്തായിട്ട് അതിൻ്റെ കൺട്രോൾസ് ലഭിക്കും. അപ്പോൾ ഇതിൽ എന്തൊക്കെയുള്ളത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂൽ, ഡ്രൈവിംഗ് ടൈം, അതിൽ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ കോമ്പസ്, അങ്ങനത്തെ മോഷൻ സെൻസർ, ടോർക്ക്, ബാൻഡ്,
നമ്മുടെ ഹൈബ്രിഡ്, ഇത് മൈൽഡ് ഹൈബ്രിഡ് ടെക്നോളജിയാണ്. അതിൻ്റെ ആനിമേഷൻ പോലുള്ളൊരു സംഭവങ്ങളൊക്കെ നമുക്ക് അതിൽ കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളൊരു ടൈപ്പ് ക്ലസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും മനോഹരമാണ്. നമുക്കൊരു ബ്ലാക്ക് തീമിൽ ഒരു ബാക്ക് ലൈറ്റൊക്കെ വൈറ്റ് ആണ് കൊടുത്തുള്ളത്. അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി പ്രധാന ഒരു മാറ്റം സംഭവിക്കുന്നത് നമുക്ക് ബേസ് വേരിയൻറ്റിൽ നിന്നും ഡെൽറ്റയിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഇൻഫർടൈൻമെൻ്റ് ആണ്. നമുക്ക് ഒരു 7 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ നമുക്ക് ലഭിച്ചു തുടങ്ങുന്നത് ഈ ഒരു ഡെൽറ്റയിലാണ്. ഇത് ബേസ് വേരിയൻറ്റിൽ ഇല്ല എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 30,000 രൂപക്ക് വർത്തായിട്ടുള്ള ഒരു ഫീച്ചർ, ഒരു 40,000 രൂപക്ക് വർത്തായിട്ടുള്ള ഒരു ഫീച്ചറാണ് എന്ന് വേണമെങ്കിലും ഈ ഒരു ഇൻഫർടൈൻമെൻറ്റിനെ കണക്കാക്കാനായിട്ട് സാധിക്കും. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ ഒക്കെ നമുക്കിത് ലഭിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ സുസുക്കി കണക്ട് ലഭിക്കുന്നില്ല കേട്ടോ. അത് നമുക്ക് 9 ഇഞ്ചിൽ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു റിവേഴ്സ് ക്യാമറ എങ്ങനെയുണ്ട് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ലോ ലൈറ്റിനും നല്ല ക്വാളിറ്റി തരുന്നൊരു ക്യാമറ തന്നെയാണ് വന്നിട്ടുള്ളത്. അവിടെ താഴേക്ക് വന്നാൽ നമുക്ക് AC വെൻറ്റുകൾ കാണാം. ഇവിടെ ഹസാർഡ് ലാമ്പിൻ്റെ ഒരു ബട്ടണാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് ക്രോം ഫിനിഷുകളും അതുപോലെ AC വെൻറ്റിൻ്റെ ചുറ്റും ഗ്ലോസി ബ്ലാക്കും അതൊക്കെ നമുക്ക് സീറ്റയിലേക്ക് പോകുമ്പോൾ ലഭിക്കുന്നുണ്ട്. അങ്ങനത്തെ നിരവധി കാര്യങ്ങൾ മാറ്റം സംഭവിക്കുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു ഡ്യുവൽ ടോണിൻ്റെ ഒരു ഭാഗം കൊടുത്തിട്ടുള്ളൂ. അതിനൊക്കെ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൊരു ഫീലും കാര്യങ്ങളൊക്കെ ഒരു ഹാർഡ് പ്ലാസ്റ്റിക് തന്നെ വരെ എല്ലായിടത്തും. പക്ഷേ ഡോറിലാണെന്നുണ്ടെങ്കിലും ഈ ഭാഗങ്ങളിലൊക്കെ നമുക്കൊരു സ്റ്റിച്ച് ചെയ്തൊരു ഡിസൈൻ തീം കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഒരു പ്രീമിയം ഫീല് തോന്നും. അതായത് ഒരു ലെതർ മൊത്തം എല്ലായിടത്തും ലെതർ സ്റ്റിച്ച് ചെയ്ത് വെച്ചൊരു ഫീലൊക്കെ കിട്ടും. അതൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്കുള്ള സീറ്റയിലേക്ക് പോകുമ്പോൾ ലഭിക്കുന്ന ഒരു ഫീച്ചറൊക്കെയാണ്. പിന്നെ ഓട്ടോമാറ്റിക് AC നമുക്ക് ബേസ് വേരിയൻറ്റ് മുതൽ എല്ലാ വേരിയൻറ്റും ലഭിക്കുന്നുണ്ട്. ഇവിടെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺ കാണാം. അതുപോലെ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ്. അവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു USB പോർട്ട് വന്നിട്ടുണ്ട്. ഇൻഫർടൈൻമെൻറ്റിൻ്റെയാണ്. പിന്നെ ഒരു 12 വാട്ടിൻ്റെ ചാർജ് സോക്കറ്റ്. ഇവിടെ സ്റ്റോറേജ് സ്പേസ് ആണ്. ഫുള്ളി ഹൈബ്രിഡിൻ്റെ ഫുൾ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ ഇവിടെ നമുക്ക് വയർലെസ് ചാർജിങ് പാഡ് ആയിട്ടൊക്കെ അത് മാറുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഓട്ടോമാറ്റിക് ഗിയർ ലിവർ വന്നിട്ടുള്ളത്. പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, പിന്നെ മാനുവലായിട്ട് നമുക്ക് കൺട്രോൾസ് എടുക്കാനായിട്ട് സാധിക്കും. ഒരു 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക്കാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നത്. ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. കീ ഒക്കെ വെക്കാൻ പറ്റിയ ചെറിയൊരു സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട്. മാനുവൽ ഹാൻഡ് ബ്രേക്ക്. അതുപോലെ ബേസ് വേരിയൻറ്റ് മുതൽ നമുക്ക് ലഭിക്കുന്ന ഒരു ഫീച്ചറാണ്. അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു റെസ്റ്റ് നമുക്ക് സെൻട്രലായിട്ട് വന്നിട്ടുണ്ട്. അതിന് താഴെ ഒരു സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. പിന്നെ ഗ്ലോ ബോക്സിലൊക്കെ നമുക്കൊരു ലൈറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതും ബേസ് വേരിയൻറ്റിലില്ല. നമുക്ക് ഡെൽറ്റ മുതലാണ് ലഭിക്കുള്ളൂ. ഇവിടെ ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. പിന്നെ മാനുവൽ ഡിമ്മിംഗ് ആണ്. ഓട്ടോ ഡിമ്മിങ്ങും നമുക്ക് വരുന്നില്ല. അത് ഇതിന് മുകളിലേക്കുള്ള വേരിയൻറ്റ് വരുന്നുണ്ട്. അതുപോലെ 2 മാപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. സൺഗ്ലാസ് ഹോൾഡറൊക്കെ നമുക്ക് സീറ്റയിലേക്ക് പോകുമ്പോൾ ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വാനിറ്റി മിററാണ് ലൈറ്റ് കൊടുത്തിട്ടുള്ള. അതും ഇതിന് മുകളിലുള്ള വേരിയൻറ്റിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്. 2 സൈഡും വാനിറ്റി മിറർ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഡെൽറ്റയിലുള്ള ഫീച്ചേഴ്സായിട്ട് നമുക്ക് എടുത്തു പറയാനുള്ളത്. ഇപ്പോൾ 1,70,000 രൂപക്കുള്ള ഫീച്ചേഴ്സ് എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത്രയൊന്നും ഇല്ല എന്ന് പറയാം. നമുക്ക് വേണമെങ്കിൽ ഒരു ബേസ് മോഡലൊക്കെ എടുത്തിട്ട് അലോയ് വീൽസും അതുപോലെ ഒരു ഇൻഫർടൈൻമെൻറ്റ് ഒക്കെ ചെയ്തിട്ട് കൊണ്ട് നടക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ സീറ്റയാണ് കുറച്ചുകൂടി വാല്യൂ ഫോർ മണി എന്നുള്ളത്. പക്ഷേ സീറ്റയിലേക്ക് പോകുന്ന സമയത്ത് ഇപ്പോൾ ഓട്ടോമാറ്റിക്കാണ് നമ്മൾ കാണുന്നത്. ഓട്ടോമാറ്റിക്കൊക്കെ നോക്കുമ്പോൾ തന്നെ 19 ലക്ഷത്തിൻ്റെ അടുത്ത് എത്തുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞിട്ടുള്ള ഓൺ റോഡ് പ്രൈസ് വീഡിയോയിൽ പറയുന്നതൊക്കെ എക്സ്റ്റൻഡ് വാറൻറ്റിയും അതുപോലെ തന്നെ ആക്സറീസും ഒക്കെ കൂടിയിട്ടുള്ള ഒരു റേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള അതൊന്നും കൂട്ടാത്ത ഒരു റേറ്റാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 19 ലക്ഷത്തിന് അടുത്ത് നമ്മുടെ ഈ ഒരു ഡെൽറ്റ ഓട്ടോമാറ്റിക്കും സീറ്റ ഓട്ടോമാറ്റിക്കിലേക്ക് പോകുമ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അത്രയും ഫണ്ട് എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് ആയി. അപ്പോൾ ഇത് നമുക്കൊരു 16 ലക്ഷമാണ് ഓട്ടോമാറ്റിക്കിന് വരുന്നത്. മാനുവലാണെന്നുണ്ടെങ്കിൽ ഒരു 14,30,000 ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഒരു വിഷയമാണ് എന്നുണ്ടെങ്കിൽ മാത്രമല്ല അവൈലബിലിറ്റി പെട്ടെന്ന് വാഹനം വേണം, എവിടെയും ബുക്കിംഗ് വെയിറ്റിംഗ് ഇല്ലാതെ കിട്ടാൻ സാധ്യതയുണ്ട് ഡെൽറ്റ. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് പരിഗണിക്കാവുന്ന ഒരു മോഡലാണ് ഡെൽറ്റ എന്ന് പറയാം. വാല്യൂ ഫോർ മണി എന്ന ടാഗിൽ പെടുത്താനായിട്ട് പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ബേസ് വേരിയൻ്റ് എടുത്ത് നമുക്ക് അലോയ് വീൽസും ഇൻഫർടൈൻമെൻ്റ് ഒക്കെ ബാക്കിയുള്ള എന്തൊക്കെ നമുക്ക് ഒരു 1 lakh ഉണ്ടെങ്കിൽ തന്നെ അടിപൊളിയായിട്ട് കാര്യങ്ങൾ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ബേസ് വേരിയൻ്റ് ഒക്കെ എത്രത്തോളം അവൈലബിലിറ്റി ഉണ്ടാവും എന്നുള്ളതിനെ പറ്റി നമുക്കറിയില്ല. കിട്ടാൻ സാധ്യതയൊക്കെ വളരെ കുറവായിരിക്കും. ബേസ് വേരിയൻറ്റ് വരവ് കുറവായിരിക്കും. മൊത്തത്തിൽ അങ്ങനെയാണ് സാധാരണ നമ്മൾ ഒരു ട്രെൻഡ് കണ്ടുവരാറുള്ളത്. എല്ലാ വാഹനത്തിൻ്റെ ബേസ് വേരിയൻ്റ് ഒക്കെ വളരെ കുറവായിരിക്കും വരുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഫണ്ട് കാര്യങ്ങളൊക്കെ വിഷയമുള്ളവർക്ക് ഡെൽറ്റ പരിഗണിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതല്ല നിങ്ങൾക്കൊരു സീറ്റയിലേക്ക് പോകാനുള്ള ഫണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് വേരിയൻ്റ് എന്ന് പറയാനുള്ളത് സീറ്റ ആണെന്ന് പറയാം. ഫുള്ളി ലോഡറാണ്. നമ്മൾ സൺറൂഫ് ഇല്ലാന്നൊരു കുറവ് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. സൺറൂഫ് നമുക്ക് ഫുൾ ഓപ്ഷൻ ആയിട്ടുള്ള ആൽഫയിൽ മാത്രമേ ലഭിക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഡെൽറ്റയുടെ കണ്ടപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഒരു ഗ്രാൻഡ് വിറ്റാരയിൽ ഏത് വേരിയൻ്റാണ് വാല്യൂ ഫോർ മണി എന്ന ടാഗ് കൊടുക്കാൻ പറ്റിയതെന്ന് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് പോപ്പുലർ നെക്സയിലാണ് കേട്ടോ. അപ്പോൾ ഇത് പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ളൊരു ഷോറൂമാണ്. അവരുടെ ഡീറ്റെയിൽസ് ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഓൺ റോഡ് പ്രൈസിൻ്റെ ഭാഗത്തായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫൈനാൻസ് കാര്യങ്ങൾ അതുപോലെ വാഹനത്തിൻ്റെ അവൈലബിലിറ്റി എത്ര ബുക്കിംഗ് ഉണ്ട്, ഏതെങ്കിലും വണ്ടികൾ പെട്ടെന്ന് കിട്ടാൻ സാധ്യത ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ മറക്കാം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ടതിൽ ഒരുപാട് നേരത്തെ വീഡിയോയിൽ കാണാം. ബൈ ബൈ.